എക്സാലോജിക്കിനെ ഉടമസ്ഥ വീണ വിജയനെ കുരുക്കുമുറുകയാണ്. കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം പ്രഖ്യാപിച്ചു. SFIO അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ എക്സാലോജിക്കിനെതിരായിട്ട് ROC രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂർ ഒരു അന്വേഷണം നടത്തി. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഒരു പ്രാഥമിക അന്വേഷണം ROC രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂർ ആരംഭിച്ചു. അതിന് കേരളത്തിൽ നിന്നുള്ള ROCയുടെ ഒരംഗവും പോണ്ടിച്ചേരിയിലെ ഒരംഗവും ബാംഗ്ലൂർ ആസ്ഥാനമുള്ള ROCയുടെ ഒരംഗവും 3 പേരുമാണ് എക്സാലോജിക്കിനെ പറ്റി ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയത്. ഗുരുതരമായ ക്രമക്കേടുകൾ അവർ കണ്ടെത്തി. യാതൊരു സേവനവും ചെയ്യാതെ 1.72 കോടി രൂപ വീണ വിജയന് എത്തിക്കഴിഞ്ഞു. എന്ത് സേവനത്തിനാണ് അത് കൊടുത്തത്? അതേസമയത്ത് അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള ഒരു ഏജൻസി തന്നെയാണ് SFIO, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. അപ്പോൾ അത് അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്ത് സേവനം ചെയ്തു എന്ന് കൃത്യമായിട്ട് വീണ വിജയൻ പറഞ്ഞില്ല, ബോധിപ്പിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, ഷോൺ ജോർജിനെ സംബന്ധിച്ച് ഒരു ഹർജി ഹൈക്കോടതി കൊടുത്തു. ഇതേപ്പറ്റി അന്വേഷണം വേണം, വീണ വിജയൻ്റെ എക്സാലോജിക്കിനെ പറ്റി അന്വേഷണം വേണം, സേവനം ചെയ്യാതെ പണം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഹൈക്കോടതി നോട്ടീസ് പോയപ്പം തന്നെ വീണ്ടും ഒരു ഉപഹർജി കൊടുത്തു ഷോൺ ജോർജ്. അതിനകത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഏജൻസി സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, അവരെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കണം. കോടതി അതിനെ സംബന്ധിച്ച് സെൻട്രൽ ഗവൺമെൻറ് നോട്ടീസ് അയച്ചു. അത് 12-ാം തീയതി കോടതി വെച്ചിരിക്കുകയാണ്. 12-ാം തീയതി സെൻട്രൽ ഗവൺമെൻറ് ബോധിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ചെയ്തു. കാരണം വ്യാപകമായ അഴിമതി ഇതിനകത്ത് ഉണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. നമുക്കറിയാം, ഈ ഒരു കേസിനകത്ത് എക്സാലോജിക്ക് മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന എക്സാലോജി കമ്പനിയാണ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞു അസംബ്ലിയിൽ, എൻ്റെ മകളൊരു ചെറിയ സ്ഥാപനം ബാംഗ്ലൂർ ആരംഭിച്ചിരുന്നു, അതിനുള്ള പണം എൻ്റെ ഭാര്യയുടെ പെൻഷൻ ആനുകൂല്യങ്ങളും അവരുടെയൊക്കെ പെൻഷൻ പറ്റിയപ്പോൾ കിട്ടിയ പണം ഉപയോഗിച്ചിട്ടാണ് എൻ്റെ മകൾ ബാംഗ്ലൂർ എക്സാലോജിക്ക് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അത് ശരിയായിരിക്കാം, അതിനുള്ള പണം കണ്ടെത്തിയത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ പെൻഷൻ ആനുകൂല്യത്തിൽ നിന്ന് തന്നെയായിരിക്കാം, അതിന് തർക്കമില്ല. പക്ഷേ CMRL കൊച്ചിയിലുള്ള ആ കമ്പനിയിൽ നിന്ന് എങ്ങനെയാണ് പണം ഇങ്ങോട്ട് വരുന്നത്, എന്ത് സേവനമാണ് ചെയ്ത്, അതിന് ഉത്തരമില്ല. CMRL എന്ന് പറയുന്ന കമ്പനി ഗവൺമെൻറ്റിന് 14% ഷെയറുള്ള കമ്പനിയാണ്. അപ്പം ആ കമ്പനിയിൽ നിന്നാണ് പലർക്കും ഇതുപോലെയുള്ള പണം കൊടുക്കുന്നത്. കേരളത്തിലെ ഏകദേശം 12 രാഷ്ട്രീയക്കാരുടെ പേര് ഇപ്പം തന്നെ വെളിവായിട്ടുണ്ട്. അതിനകത്ത് കോൺഗ്രസ്സിലുള്ളവരും മുസ്ലിം ലീഗുള്ളവരും ഒക്കെ പണം കൈപ്പറ്റിയിരിക്കുന്നു. കാരണം CMRL അവരുടെ വരുമാനത്തിൽ നിന്ന് ഈ രാഷ്ട്രീയക്കാരിൽ നിന്ന് വലിയ ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നു എന്നാണ് കർത്താവ്, അതിൻ്റെ ഉടമസ്ഥ, അതിൻ്റെ MD കർത്ത പറയുന്നത്. പക്ഷേ അവിടുന്ന് ഇങ്ങനെ പണം പോയിട്ടുണ്ടെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്. അതിനകത്ത് എക്സാലോജിക്കിന് മാത്രമല്ല, CPM-ലെ ചില നേതാക്കളും കോൺഗ്രസ്സിലെ ചില നേതാക്കളും മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരും പണം കൈപ്പറ്റി. ഇബ്രാഹിം കുഞ്ഞ്, കുഞ്ഞാലിക്കുട്ടി, ചെന്നിത്തല, അങ്ങനെ ആൾക്കാരുടെ ലിസ്റ്റ് നീളുകയാണ്. പക്ഷേ കമ്പനീസ് ആക്ട് പ്രകാരം അതാരും ശ്രദ്ധിച്ചിട്ടില്ല. 293 വകുപ്പ് പ്രകാരം ഒരു കമ്പനീസ് ആക്ടിലെ 293A പ്രകാരം അവിടെ ഗവൺമെൻറ് ഷെയർ ഉണ്ടെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിക്കാർക്ക്, രാഷ്ട്രീയക്കാർക്ക് 1 പൈസ പോലും കൊടുക്കാൻ പറ്റില്ല. അതിലേക്കായാലും ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. 293A പ്രകാരം അത് ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ആർക്കും ഈ കമ്പനിയുടെ പണം കൊടുക്കാൻ പറ്റില്ല. കാരണം KSIDCക്ക് ഗവൺമെൻറ്റിന് 14%
ഒരു ഷെയർ അതിനകത്തുണ്ട്. ഗുരുതരമായ ക്രമക്കേടും വീഴ്ചയുമാണ് ഇക്കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതുകൂടാതെ കമ്പനീസ് ആക്ട് പ്രകാരം സെക്ഷൻ 210 പ്രകാരം ആനുവൽ ബാലൻസ് ഷീറ്റ് എല്ലാ വർഷവും കൊടുത്തിട്ടുണ്ടോ എക്സാലോജിക്ക്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൊടുത്തിട്ടുണ്ടോ, ഫിനാൻഷ്യൽ ഇയറിൻ്റെ കണക്ക് എല്ലാ വർഷവും 12 മാസം കഴിഞ്ഞാൽ 15 മാസത്തിനുള്ളിൽ സെൻട്രൽ ഗവൺമെൻറ് എത്തിയിരിക്കണം, അല്ലെ കമ്പനി രജിസ്ട്രാർക്ക് എത്തിയിരിക്കണം. അതൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടോ, ഇത് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടോ, 223A കമ്പനി ആക്ട് പ്രകാരം ഇത് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടോ, നിരവധി കാര്യങ്ങൾ ഇതിനകത്ത് അവർ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ പരിശോധിക്കും. അതുതന്നെയല്ല, ഒരു ഗവൺമെൻറ്റിന് ഷെയറുള്ള കമ്പനി എങ്ങനെയാണ് ഈ പ്രൈവറ്റ് ആൾക്കാർക്കും രാഷ്ട്രീയക്കാർക്കും പണം കൊടുക്കുന്നത്? അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഗുരുതരമായ വീഴ്ചകൾ ഇതിനകത്ത് വന്നിരിക്കുന്നു. അതിന് എങ്ങനെയാണ് എക്സാലോജിക്ക് മറുപടി കൊടുക്കുക എന്നറിയില്ല. നേരത്തെയുള്ള അവരുടെ ചോദ്യം ചെയ്യലിൽ അതിന് കൃത്യമായ, നേരത്തെ ഉണ്ടായിരുന്ന ROCയുടെ ചോദ്യം ചെയ്യലിന് കൃത്യമായ മറുപടി കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നത്. അത് ഒരു കുരുക്കിലേക്ക് പോവുകയാണ്. അറസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഇതിനകത്ത് കൂടുതലാണ്. അതോടൊപ്പം തന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സാലോജിക്കിൽ ആരൊക്കെ പാർട്ട്ണറായിട്ടുണ്ട്, ആരൊക്കെ അതിനകത്തുണ്ട്, അവരും ലയബിളാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ നിയമക്കുരുക്കിലേക്ക് വീണ വിജയൻ ചെന്ന് ചാടും എന്നാണ് ഇതിന് മനസ്സിലാകുന്നത്. 12-ാം തീയതിക്ക് ശേഷം ഹൈക്കോടതിയുടെ ഫൈനൽ ഓർഡർ വരും. കാരണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഓർഡർ ഹൈക്കോടതി വരും. അവരുടെ റിപ്പോർട്ട് ഹൈക്കോടതി ചോദിക്കും. അത് പ്രതീക്ഷിക്കുന്നുണ്ട് ഹൈക്കോടതി. അതുകൊണ്ട് മറ്റ് നടപടികൾ കൃത്യമായിട്ട് നടത്താനുള്ള ഒരു ഓർഡറും ഹൈക്കോടതിയിൽ നിന്ന് വരും എന്നാണ് ഞാൻ കരുതുന്നത്.